ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ പറഞ്ഞ പാഠമായിട്ടാണ് ടീച്ചർ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്നത് നമ്മളെ കേരള പാഠാവലിയിലുള്ള പാഠഭാഗമാണ്. കുറച്ച് അല്ലേ നിങ്ങൾ വിഷമാണെന്ന് പറയുന്ന പാഠങ്ങളിലൊന്നാണ് അല്ലേ. വിഷമമൊന്നുമില്ല, നമ്മളത് രസമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങ് പാഠത്തിലേക്ക് പോയി പാഠം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. നമ്മൾ കഥയും നോവലും പുസ്തകവും ഒന്നും കാണാത്ത നമുക്ക് എന്ത് രാമായണം എന്ത് മഹാഭാരതം അല്ലേ. അപ്പോൾ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ അവിടെയും ഇവിടെയുള്ള കഥയൊക്കെ കൊണ്ടുവന്ന് നമ്മളോട് പറഞ്ഞു തന്നാൽ എന്ത് ചെയ്യില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ കഥയും അതിൻ്റെ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ, നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഈ പാഠത്തിനോളം എളുപ്പമുള്ള പാഠം വേറെ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രസമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് പഠിക്കാൻ പോവാണ്, യുദ്ധത്തിൻ്റെ പരിണാമം നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യണം, ഈ മലയാള ഫസ്റ്റ് വിഷമുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ എന്താണ് ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് നമ്മളുടെ പാഠഭാഗം. അപ്പോൾ ഭാരത പര്യടനം എന്ന് പറയുന്ന കുട്ടിക്കൃഷ്ണ മാരാറിൻ്റെ കൃതി അല്ലേ, ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഭാഗമാണിത്, യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. ഓർത്തു വെക്കണം, കൃതി ഏതാണ്? ഭാരത പര്യടനം. ഭാരത പര്യടനത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഭാഗമാണ് എന്ത്, യുദ്ധത്തിൻ്റെ പരിണാമം. അപ്പോൾ എന്താണ് പര്യടനം എന്ന് പറഞ്ഞാൽ? എന്താണ് പര്യടനം? പര്യടനം എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഭാരതത്തിൻ്റെ പര്യടനം, മഹാഭാരത കഥയെ അല്ലെങ്കിൽ മഹാഭാരത കൃതിയെ എന്ത് ചെയ്യാണ്, അതിൻ്റെ കഥാസന്ദർഭങ്ങളെയും അതിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ എന്ത് ചെയ്യാണ്, പുനർവ്യാഖ്യാനം ചെയ്യാണ്. ആ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്, ആ കഥാസന്ദർഭങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ആര് ചെയ്തിട്ടുള്ളത്? കുട്ടിക്കൃഷ്ണ മാരാര് ചെയ്തിട്ടുള്ളത്. ആരപ്പ ഈ മാരാരെന്ന് പറയുന്നത്? ആരാണ് മാരാര്? മലയാള സാഹിത്യത്തിലെ അല്ലെ ഒരു അടിപൊളി സാഹിത്യ നിരൂപകൻ, വിമർശകൻ, ഭാഷാശാസ്ത്രജ്ഞനൊക്കെ ആയിരുന്നു ആര്? കുട്ടിക്കൃഷ്ണ മാരാര്. അദ്ദേഹം തൃപ്പങ്ങാട്ട് മലപ്പുറത്താണ്. 1900 കേട്ടോ. 1900 അദ്ദേഹത്തിൻ്റെ ജന്മം അല്ലേ. ജൂൺ 14 അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ്. കലജീവിതം തന്നെ, ഭാരത പര്യടനം, സാഹിത്യവിദ്യ, രാജാങ്കണം, സാഹിത്യഭൂഷണം അല്ലെ, ഇങ്ങനെ ഒരുപാട് കൃതികൾ അല്ലെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത്ര അഗാധമായ പാണ്ഡിത്യവും ഒക്കെ ഉള്ളൊരു ഒരു പ്രതിഭയായിരുന്നു ആര്? നമ്മുടെ കുട്ടിക്കൃഷ്ണ മാരാര്. അപ്പോൾ കുട്ടിക്കൃഷ്ണ മാരാര് എഴുതിയ ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതിയിലുള്ള ഒരു ഭാഗമാണ് നമ്മളുടെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗം. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭാരത പര്യടനത്തിലൂടെ പറയുന്നത് മഹാഭാരതത്തിലുള്ള കഥാപാത്രങ്ങളെയും അതിലുള്ള കഥാസന്ദർഭങ്ങളെയും എന്ത് ചെയ്യാണ്, രണ്ടാമത് വായിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ മഹാഭാരതം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? മഹാഭാരതം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അല്ലെ അതിനൊരു ഭക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ ഒക്കെ പേരിലാണ് നമ്മൾ മഹാഭാരതം, രാമായണം എന്നൊക്കെ നമ്മളുടെ മനസ്സിലുള്ളൊരു തോട്ട് അങ്ങനെയാണ് അല്ലേ. അപ്പോൾ പലപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് മക്കൾ എന്നോട് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊരു ഒരു വിഭാഗം മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടൊക്കെയാണ് നമ്മൾ എന്തിനെ കാണാറുള്ളത്? മഹാഭാരതത്തിനെയും രാമായണത്തിനെയും ഒക്കെ കാണുന്നത് അല്ലേ. പക്ഷെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? എങ്ങനെ കാണണ്ടോ? നമ്മളതിനെ സാഹിത്യകൃതിയായിട്ടാണ് കാണുന്നത് അല്ലേ. നമ്മളതിനെ എന്തായിട്ടാണ് കാണുന്നത്? സാഹിത്യമായിട്ടാണ് എന്തിനെ കാണേണ്ടത്? രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ നമ്മൾ കാണേണ്ടത്. ഈ രാമായണവും മഹാഭാരതമൊക്കെ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഇതിഹാസങ്ങളാണ്. എന്താണ്? ഇതിഹാസങ്ങൾ. ഓക്കെ, ഇതിഹാസങ്ങളാണ്. നമ്മുടെ ലോക സാഹിത്യത്തിൽ തന്നെ 4 ഇതിഹാസങ്ങളാണുള്ളത്. ഒന്ന് രാമായണ, മഹാഭാരതം, അതേപോലെ ഇലിയഡ്, ഒഡീസി എന്ന് പറയുന്ന യവന ഇതിഹാസങ്ങളുണ്ട്. അത് രണ്ടും എഴുതിയിരിക്കുന്നത് ഹോമറാണ്. അപ്പം ഇങ്ങനെ 4 ഇതിഹാസങ്ങളാണ് ലോകത്തിലുള്ളത്. അതിൽ 2 ആരുടെയാണ്? നമ്മളുടെയാണ് കേട്ടോ. നമ്മളുടെ പ്രൗഡായിട്ടല്ലേ, ഇന്ത്യയുടെ സ്വന്തം അല്ലേ, നമ്മളുടെ സ്വന്തം എന്താണ് സാഹിത്യം, ഇതിഹാസമാണ് ഇത് മഹാഭാരതവും രാമായണം എന്ന് പറയുന്നത്. അപ്പം നമ്മളിതിനെ എന്തായിട്ടാണ് കാണേണ്ടത്? നമ്മളതിനെ സാഹിത്യമായി കാണുന്നു. അതിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ എന്താണ് അതിലുള്ള ദൈവികമായിട്ടുള്ള അല്ലേ കാര്യങ്ങളൊക്കെ പറയുന്ന ഭക്തിസാന്ദ്രമായിട്ട് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് കാണുക? നമ്മൾ കഥാപാത്രങ്ങളായി കാണുക, അതിനെ കഥാസന്ദർഭങ്ങളായി അതിനെ കാണാൻ ശ്രമിക്കുക. ക്ലിയർ ആയോ മക്കൾക്ക്? മനസ്സിലായോ? അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മഹാഭാരതം എന്താന്നുള്ളതാണ് അല്ലേ. അപ്പം ആരാണ് മഹാഭാരതം എഴുതിയത് എന്നറിയോ നിങ്ങൾക്ക്? ആരാ എഴുതിയത് മഹാഭാരതം? അറിയാമോ നിങ്ങൾക്ക്?
മഹാഭാരതവും രാമായണവും അല്ലെ, ഇങ്ങനെ 2 കൃതികളാണ് നമുക്ക് പ്രധാനമായിട്ടുമുള്ളത്. അതിൽ രാമായണം അല്ലെ, നമ്മളത് കേൾക്കുമ്പോൾ അല്ലെ, നമ്മൾ വാത്മീകി രാമായണം എന്നും അല്ലെ വേദവ്യാസ രചിച്ചിരിക്കുന്ന കൃതിയാണ് ഇത് മഹാഭാരതവും എന്നാണ് നമ്മൾ കേൾക്കുന്നത് തന്നെ അല്ലെ. അപ്പോൾ ഈ വേദവ്യാസന്റെ ഒരു ആത്മകഥ അല്ലെ പരമായിട്ടുള്ള ഒന്നാണ് എന്താ മഹാഭാരതം നമുക്ക് പറയാം. അത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ അല്ലെ കഥയാണ് എന്ന് പറയാം അല്ലെ. പാണ്ഡവരുടെയും കൗരവരുടെയും കുടുംബ പ്രശ്നം അല്ലെങ്കിൽ കുടുംബ ചരിത്രമാണ് എന്തെന്ന് പറയുന്നത് മഹാഭാരതം അല്ലെ എന്ന് പറയുന്ന കൃതിയെ കുറിച്ച് നമ്മൾ പറയുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായോ, ക്ലിയർ ആയോ? അപ്പോൾ ഈ കൃതിയിൽ അല്ലെ നമുക്കറിയാം യുദ്ധത്തെക്കുറിച്ചാണ് അല്ലെ. ഭാരത പര്യടനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും യുദ്ധത്തിന്റെ പരിണാമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു യുദ്ധം അല്ലെ, ഒരു യുദ്ധത്തിന്റെ പരിണാമം, യുദ്ധം അവസാനിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെ. അതിപ്പോൾ യുദ്ധം ചെയ്ത് വിജയിച്ച ആളാണെങ്കിലും ശരി, അല്ലെങ്കിൽ യുദ്ധത്തിൽ തോറ്റുപോയ ആളാണെങ്കിലും ശരി, ആരാണെങ്കിലും യുദ്ധത്തിന്റെ പരിണാമം അല്ലെങ്കിൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള നാശനഷ്ടം അല്ലെ, ജീവനാശം സംഭവിക്കുന്ന അത്രയധികം ആളുകളെയൊക്കെ ബാധിക്കുന്ന ഒന്നാണെന്ത് യുദ്ധം അല്ലെ, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് മഹാഭാരത യുദ്ധത്തിലൂടെ കൂടെയും ആര് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്? വേദവ്യാസൻ നമുക്ക് കാണിച്ചു തരികയാണ് ആക്ച്വലി ചെയ്യുന്നത്. അല്ലാണ്ട് യുദ്ധത്തെ വർണ്ണിക്കല്ല, ഇത്ര ആനയുണ്ടായിരുന്നു, ഇത്ര അക്ഷൗഹിണി പടയുണ്ടായിരുന്നു, ഇത്ര ആളുകൾ മരിച്ചു, ഇത്ര ആളുകൾ കൊന്നു, അങ്ങനെ ഒരു വീമ്പ് പറച്ചിലല്ല ആക്ച്വലി എന്തെന്ന് പറയുന്നത് മഹാഭാരത യുദ്ധം അല്ലെ. അതെന്താ ആക്ച്വലി ചെയ്യുന്നത്? ഏത് യുദ്ധവും അല്ലെ അതിൻ്റെ പരിണാമം എന്ന് പറയുന്നത് ഏത് രാജാവായാലും എന്ത് ചെയ്യും? അവസാനം ദുര്യോധന്റെ അവസ്ഥയായിരിക്കും അല്ലെ, തല ഇങ്ങനെ അറ്റ് അല്ലെ, കാലൊക്കെ ചതഞ്ഞ് ഇങ്ങനെ മണ്ണ് കിടന്ന് തലയുരുട്ടി കരയേണ്ടി വരും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഏത് രാജാവും ഏത് കൊടികുത്തി വാഴുന്ന ആളുകളും എന്ത് ചെയ്യും? എത്തപ്പെടും എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ മഹാഭാരതം അല്ലെ യുദ്ധം എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ പരിണാമത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി കുട്ടിക്കൃഷ്ണമാരാരും ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ചുറ്റും അല്ലെ, ഇപ്പൊ നമ്മളുടെ പാലസ്തീൻ അല്ലെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതേപോലെ എന്താണ് അല്ലെ ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ ഉക്രൈൻ റഷ്യ യുദ്ധം നമ്മൾ കണ്ടതാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അല്ലെ, നമ്മളുടെ പല നോർത്ത് ഭാഗങ്ങളിലേക്കൊക്കെ ആളുകൾ തമ്മിൽ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് യുദ്ധം ഏത് കാലത്ത് നടന്നു കഴിഞ്ഞാലും അതിൽ വിജയിക്കുന്ന ആളുകൾക്കെല്ലാം എന്താവണമെന്നില്ല, നല്ലത് മാത്രം ലഭിക്കുന്നൊന്നുമില്ല അല്ലെ. എല്ലാവർക്കും എന്താണ് നാശനഷ്ടങ്ങൾ, എത്രയോ ജീവനുകൾ, ഓരോരുത്തരുടെ കുടുംബം, വീട് അല്ലെ, മക്കൾ കാണുന്നില്ലേ നിരന്തരം ന്യൂസുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് വരുത്തി വെക്കുന്ന ആ ഭീകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് കുട്ടിക്കൃഷ്ണമാരാര് യുദ്ധത്തിന്റെ പരിണാമത്തിലൂടെ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ വ്യാസൻ തന്നെ പറയുന്നുണ്ട് മഹാഭാരതത്തെ കുറിച്ച്, ഇതിലുള്ളത് നമുക്ക് എവിടെയും കാണാൻ പറ്റും. ഇപ്പൊ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്തിൽ പറയുന്നുണ്ട്? മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അല്ലെ. മഹാഭാരതത്തിൽ ഇല്ലാത്ത എവിടെയില്ല. കാരണം അത്രയും എന്താണ് സമഗ്രമാണ്, അത്ര ആഴത്തിൽ കേട്ടോ, ബൃഹത്തായ സമഗ്രമായ പഴുതുകളില്ലാതെ എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള ഒരു ജീവിത വിശകലനമാണ് ഇവിടെ നടക്കുന്നത്, നമ്മളുടെ മഹാഭാരതത്തിൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഭാരതീയ ജനതയുടെ അല്ലെ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു കൃതി കൂടിയാണ് ഇത് മഹാഭാരതം എന്ന് പറയുന്നത്. ഇത് പഞ്ചമവേദം കേട്ടോ, ടീച്ചർ പറയുന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. പഞ്ചമവേദം എന്ന് കൂടെ എന്തറിയപ്പെടുന്നുണ്ട് നമ്മളുടെ മഹാഭാരത കൃതി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പഞ്ചമവേദം, നമുക്ക് നാല് വേദങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത് അല്ലെ 5ാമത്തെ വേദമായിട്ട് എന്തിനാ പറയുന്നു? മഹാഭാരതത്തെ പറയുന്നുണ്ട്. അത്ര ബൃഹത്തായിട്ടുള്ളൊരു കൃതി അല്ലെ, സാഹിത്യ കൃതിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അതിനെ പഠിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലെ, എന്താണ് ഈ മഹാഭാരതം, എന്താ ഇതിൽ കഥ പറയുന്നത് ആക്ച്വലി എന്നൊക്കെ നമുക്ക് ഭയങ്കര സംശയം ഉണ്ടാവും. ഞാനൊരു ചിത്രം വരച്ച് അല്ലെ ഞാൻ എന്ത് ചെയ്യാം മക്കളെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കാം. നോക്കൂ നിങ്ങൾ, ഇത് ഹസ്തിനപുരം എന്ന് പറയുന്ന രാജ്യമാണ്. എന്താണ്? ഹസ്തിനപുരം. ഓക്കെ, ഹസ്തിനപുരം എന്ന് പറയുന്ന രാജ്യം. കഥ കേൾക്കണേ, കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, പശ്ചാത്തലമാണ് മഹാഭാരത യുദ്ധം. ആര് തമ്മിലെ യുദ്ധം ചെയ്യുന്നത് ഇതൊന്നും അറിയാണ്ട് നമ്മൾ പാഠം വായിച്ചിട്ട് എന്തേ കാര്യമുണ്ടോ? ഒന്നും മനസ്സിലാവുമ്പോഴില്ല അല്ലേ. അപ്പം അതുകൊണ്ട് എന്താണ് മഹാഭാരതം അല്ലെങ്കിൽ എന്താണ് യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന കൃതിയെ ടീച്ചർ എന്ത് ചെയ്യാണ് പരിചയപ്പെടുത്തി തരാണ് ചെയ്യുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പാഠം വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട്, എനിക്ക് ഉറപ്പാണ് അതിൽ നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മക്കൾക്ക് എഴുതാൻ പറ്റും. ഇതിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ ഓക്കെ ആണോ എന്നൊക്കെയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.
ഓക്കെ, അപ്പൊ ഇത് ഹസ്തിനപുരം എന്ന് പറയുന്ന രാജ്യമാണ്. ഓക്കെ, അപ്പൊ ഈ രാജ്യത്തിലെ രാജാവായിരുന്നു ആരാന്നറിയാമോ? ധൃതരാഷ്ട്രർ. ആരാണ്? ധൃതരാഷ്ട്രർ അല്ലെ. ഒരു കിരീടമൊക്കെ വരച്ചു കൊടുക്കാം നമുക്ക്, രാജാവായതുകൊണ്ട്. കണ്ണ് കാണാത്ത ഒരാളെ കണ്ടിട്ടില്ലേ? മൂപ്പർക്ക് 100 ആനയുടെ ശക്തി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആരാണ്? ധൃതരാഷ്ട്രർ അല്ലെ. നാക്കൊക്കെ പഠിച്ചിട്ടാണ് ഈ പാഠം നമ്മൾ പഠിക്കാൻ പാടുള്ളൂ, കാരണം പേരുകളൊക്കെ അമ്മാതിരി പേരുകളാണ്. ഓക്കെ, അപ്പൊ ധൃതരാഷ്ട്രർ അല്ലെ. ധൃതരാഷ്ട്രാണ് ആര്? രാജാവ്. ധൃതരാഷ്ട്ര ആരെയാ കല്യാണം കഴിച്ചെന്നറിയോ? ഗാന്ധാരി അല്ലെ. ഭർത്താവിന് കണ്ണ് കാണാത്തോണ്ട് കണ്ണൊക്കെ ഇങ്ങനെ കെട്ടി നടക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കാർട്ടൂണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഗാന്ധാരി, കണ്ണ് കാണാത്ത അല്ലെ, ഗാന്ധാരി കേട്ടോ. ഗാന്ധാരിയുടെ സഹോദരനാണ് നമ്മളുടെ കഥയിൽ അല്ലെങ്കിൽ പാഠഭാഗത്തിൽ വരുന്ന ശകുനി എന്ന് പറയുന്നത്. ഈ ഗാന്ധാരിയുടെ സഹോദരനാണ്, അത് ഓർത്ത് വെച്ചാൽ മതി. ഇവർക്ക് 2 പേർക്കും കൂടെ 100 മക്കളാണ്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല, എത്ര മക്കളാണ്? 101 മക്കളുണ്ട്. ആരൊക്കെയാണ്? ദുര്യോധനൻ, ദുശാസനൻ അല്ലെ, ദുസ്സഹൻ അല്ലെ, വിരജസോ വിരജസ്, അങ്ങനെ ലാസ്റ്റ് അല്ലെ, അങ്ങനെ വിരജസിൽ എത്തി നിൽക്കുന്ന ഒരു 100 മക്കളും അല്ലെ. അതിൻ്റെ കൂടെ ഒരു പെൺകുട്ടി അല്ലെ, ദുശ്ശള എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് കേട്ടോ. അപ്പൊ ഇവരാണ് ആരെന്ന് പറയുന്നത്? കൗരവര്. ആരാണ്? കൗരവർ. അപ്പൊ ഇതില് ആദ്യത്തെ മകനാണ് ആര്? ദുര്യോധനൻ കേട്ടോ, ദുര്യോധനൻ. ഓക്കെ, ആരുടെ മകനാണ് ദുര്യോധനൻ? ആരുടെ മകനാണ് ദുര്യോധനൻ? നമ്മളെ ധൃതരാഷ്ട്രരുടെ മകനാണ് ദുര്യോധനൻ കേട്ടോ, ദുര്യോധനൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ എന്തുള്ളത്? ദുര്യോധനൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ദുര്യോധനാണ് ഇവിടെ രാജാവായിട്ട്, അച്ഛന് ശേഷം രാജാവായിട്ട് വരുന്നത്. ധൃതരാഷ്ട്രായിരുന്നു, എന്ന് കൊടുക്കാം നമുക്ക്. ധൃതരാഷ്ട്രായിരുന്നു ആര്? ഹസ്തിനപുരത്തിലെ രാജാവ്. ഓക്കെ, ഈ ധൃതരാഷ്ട്രരുടെ സഹോദരനാണടാ ആര്? നമ്മളുടെ പാണ്ഡു. ആരാണ്? പാണ്ഡു എന്ന് കൊടുക്കാം. ഓക്കെ, ആരാണ്? ഹസ്തിനപുരത്തിലെ രാജാവായ ധൃതരാഷ്ട്രരുടെ സഹോദരനാണ് പാണ്ഡു. ഈ പാണ്ഡുവിന്റെ മക്കളാണ് ആര്? അല്ലെ, 5 പേരില്ലേ? 1 2 3 4 5 പേര് അല്ലെ. ആരായിരുന്നു അവര്? പാണ്ഡവർ. ഓക്കെ, പാണ്ഡവർ. ഹസ്തിനപുരത്തിലെ രാജാവായ ധൃതരാഷ്ട്ര മകൻ അനിയനാണ് ആര്? പാണ്ഡുവിന്റെ മക്കളാണ് പാണ്ഡവര്. ധൃതരാഷ്ട്രയുടെ 100 മക്കളാണ് ആര്? കൗരവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ? സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ടാ. എന്താ ട്വിസ്റ്റ് എന്നറിയാമോ? ഈ പാണ്ഡുവിന് ഒരു മുനിശാപം കൊണ്ട് പാണ്ഡുവിന് സ്ത്രീ സമ്പർക്കം നിഷിദ്ധമാണ്. മൂപ്പർക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ പാണ്ഡവരെങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു സംശയമില്ലേ? അപ്പോൾ ഈ പാണ്ഡു വിവാഹം കഴിക്കുന്നത് 2 ഭാര്യമാരുണ്ട് പാണ്ഡുവിന്. ആരൊക്കെയാണ്? കുന്തി ദേവിയും മാദ്രിയും അല്ലെ. മാദ്രിയുണ്ട്, കുന്തി ദേവിയുണ്ട്. ഓക്കെ, അപ്പൊ ഈ കുന്തി ദേവിക്ക് പണ്ട് ദുർവാസാവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മന്ത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇഷ്ടമുള്ള ഏത് ദേവനെയും മനസ്സിൽ വിചാരിച്ച് ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ദേവനിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. നല്ല അടിപൊളി മന്ത്രം അല്ലേ. ഈ കുന്തി ദേവി എന്ത് ചെയ്യാണ്? ഈ മന്ത്രം ഒന്ന് ആർക്കും പറഞ്ഞു കൊടുക്കുന്നു? മാദ്രിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഈ മന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടായ മക്കളാണ് ആര്? 5 പേര് അല്ലെ. പാണ്ഡവർ ആരൊക്കെയാണ്? പാണ്ഡവർ 5 പേര് ആരൊക്കെയാണ്? പാണ്ഡവർ 5 പേര് അറിയാവോ? നിങ്ങൾക്ക് അറിയാവുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ, അല്ലെ ടീച്ചർ പറഞ്ഞുതരാം. യുധിഷ്ഠിരനുണ്ട്, ആദ്യത്തെ അക്ഷരം മാത്രം എഴുതാം. യുധിഷ്ഠിരനുണ്ട്, ഭീമനുണ്ട്, അർജുനനുണ്ട് കേട്ടോ. ഈ 3 പേരും ആരുടെ മക്കളാണ്? കുന്തി ദേവിയുടെ മക്കളാണ്. പിന്നെ മാദ്രിയാണ്, മറന്നു പോകരുത്. ഇത് കുന്തിയും മാദ്രിയും ആരാണ്? പാണ്ഡുവിന്റെ ഭാര്യമാരാണ്. അപ്പൊ കുന്തി ദേവിക്കാണ് ദുർവാസാവ് മന്ത്രം പറഞ്ഞു കൊടുക്കുന്നത്. ആ മന്ത്രം ചൊല്ലിയിട്ടാണ് ഈ മക്കളൊക്കെ ഉണ്ടാവുന്നത്. കുന്തി ദേവിക്ക് 3 മക്കള്: യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. ഈ യുധിഷ്ഠിരൻ ആരുടെ മകനാണെന്നറിയോ? യമധർമ്മന്റെ മകനാണ്. ഭീമൻ വായു ഭഗവാന്റെ മകനാണ്. അർജുനൻ ദേവേന്ദ്രന്റെ മകനാണ് കേട്ടോ. അപ്പൊ മാദ്രിക്കും ഈ മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് അശ്വിനി ദേവന്മാരിൽ നിന്ന് മാദ്രിക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. അതാണ് നകുലൻ, സഹദേവൻ. ഓക്കെ, സഹദേവൻ. അപ്പൊ ഈ 5 പേരാണ് എന്തെന്ന് പറയുന്നത്? പാണ്ഡവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് സത്യത്തിൽ ആരുടെ മക്കളല്ല? പാണ്ഡുവിന്റെ മക്കളല്ല. അപ്പൊ പാണ്ഡുവും ഈ യുദ്ധം നടക്കുന്നത് ഇപ്പൊ ഇവരുടെ ഒരു ഫാമിലി ഇതാന്ന് മനസ്സിലായില്ലേ? ഇതാണ് ഇവരുടെ ഫാമിലി.
ഓക്കെ, നല്ല അടിപൊളി ഫാമിലി അല്ലേ. കൗരവരും പാണ്ഡവരും സഹോദരന്മാരാണ്. എങ്ങനെ? ഹസ്തിനപുരത്തിലെ രാജാവ് ധൃതരാഷ്ട്ര അനിയൻ പാണ്ഡുവിന്റെ മക്കൾ പാണ്ഡവർ, മറ്റേ ധൃതരാഷ്ട്ര മക്കൾ കൗരവര്. അപ്പൊ ഇവര് തമ്മിൽ യുദ്ധം നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹസ്തിനപുരത്തിനുള്ള രാജാധികാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. രാജാധികാരം അല്ലെ, ഇവിടെയുള്ള രാജാവിന്റെ അധികാരത്തിന് വേണ്ടിയിട്ടാണ് പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം നടക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം പാണ്ഡവർ മര്യാദയ്ക്ക് ചോദിച്ചു, ഞങ്ങൾക്ക് രാജഭരണം ഇത്തിരി അവകാശം ഞങ്ങൾക്ക് തരുമോ, ഒരു 5 ഗ്രാമങ്ങളെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എന്ത് നടക്കുകയില്ല അല്ല, നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നിങ്ങൾ ഞാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടോ? ഇല്ല അല്ലേ. പാണ്ഡവർ ആരുടെ മക്കളാണ്? പാണ്ഡുവിന്റെ രക്തബന്ധം ഇല്ലല്ലോ. അപ്പോൾ പാണ്ഡുവിന്റെ സഹോദരനാണ് ആര്? ധൃതരാഷ്ട്ര. അപ്പൊ ആ രാജ്യത്തിൽ ആർക്കും അവകാശമില്ല, പാണ്ഡവർക്ക് അവകാശമില്ല, നിങ്ങൾക്ക് ഒന്നും തരൂല എന്ന് ആര് പറഞ്ഞു? കൗരവർ പറഞ്ഞു അല്ലെ, ദുര്യോധനൻ പറഞ്ഞു. അങ്ങനെയാണ് പാണ്ഡവരും കൗരവരും തമ്മിൽ എന്ത് ചെയ്യുന്നത്? യുദ്ധം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പല യുദ്ധങ്ങളും കാണുന്ന പോലെ തന്നെ പല രാജ്യങ്ങളും ഇവരുടെ കൂടെ സംഘം ചേരാൻ തുടങ്ങി. കുറച്ചാൾ ദുര്യോധൻ്റെ കൂടെ, കുറച്ചാളുകൾ പാണ്ഡവരുടെ കൂടെ. അങ്ങനെ അത് വലുതായി അതൊരു ധർമ്മയുദ്ധം എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ അല്ലേ. അവസാന യുദ്ധം കൊണ്ടുപോയി എത്തുന്ന എവിടെയാണ്? കൊലക്കളത്തിലാണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി യാതൊരു ധർമ്മം ഇല്ലാതായി പോകുന്ന യുദ്ധക്കെടുതിയിലേക്കാണ് എന്ത് കൊണ്ടുപോകുന്നത്? ഈ ധർമ്മയുദ്ധം എന്നറിയപ്പെട്ട കുരുക്ഷേത്ര യുദ്ധം കൊണ്ടുചെന്ന് അവസാനിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണ് യുദ്ധം എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. അപ്പൊ യുദ്ധം തുടങ്ങുന്ന സമയത്ത് 18 ദിവസത്തെ അല്ലെ യുദ്ധമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? 18 ദിവസം നീണ്ടു നിന്ന യുദ്ധമാണ്. അപ്പോൾ 18 ദിവസം അതൊക്കെ ഓർത്ത് വെക്കണം. 18 ദിവസം കേട്ടോ. അപ്പോൾ 18 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തില് ഒരുപാട് അല്ലെ കരാറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും നമ്മൾ അല്ലേ. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. ആദ്യത്തെ 2 ദിവസമൊക്കെ ബുദ്ധിമുട്ടാണ്. 2 ദിവസം തന്നെ എത്തുമെന്ന് അറിയില്ല. രാവിലെ എണീക്കുന്നു, നന്നായി. ഞാൻ എല്ലാ വർഷവും ഒരു 6ാം ക്ലാസ് മുതൽ അല്ലേ, കുറച്ചൊരു ബോധം വെച്ച കാലം മുതൽ എല്ലാ ന്യൂ ഇയറിനും ഞാൻ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കും. നല്ല കുട്ടിയാവും, നേരത്തെ എണീക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഇത്രയും വയസ്സൊന്നും ആയിട്ടില്ല. എന്നാലും ഇത്ര ചെറിയ പ്രായമായിട്ടും എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് അതിലൊന്നും അല്ലേ ഒരു മാറ്റവും വരുത്താൻ സാധിച്ചില്ല. അപ്പോൾ യുദ്ധമൊക്കെ എല്ലാം പരിപാടികളൊക്കെ ഒരുപാട് കരാറുകളിലൊക്കെയാണ് പൊതുവെ നമ്മൾ തുടങ്ങുന്ന കാണാം അല്ലേ. പക്ഷെ അതൊന്നും പാലിക്കപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് അല്ലേ അക്ഷൗഹിണി പടകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലേ. എന്താണ് അക്ഷൗഹിണി പട എന്ന് പറഞ്ഞാൽ? അക്ഷൗഹിണി പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈന്യവ്യൂഹത്തെയാണ് പറയുന്നത് കേട്ടോ. സൈന്യവ്യൂഹത്തെയാണ് പറയുന്നത്. അപ്പോൾ അക്ഷൗഹിണി പടയിൽ 18ഓളം അക്ഷൗഹിണി പട ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ 11 എണ്ണം കൗരവരുടെയും 7 എണ്ണം പാണ്ഡവരുടെയാണ്. അപ്പോൾ അക്ഷൗഹിണി പട എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ, അതിൽ എന്താണ് അത്ര വലിയ സേനാവ്യൂഹത്തെയാണ് പറയുന്നത്. ഏകദേശം 21,870 ആനകൾ, ഓക്കെ, 65,610 കുതിരകൾ, അതിൻ്റെ 5 ഇരട്ടി കാലാൾ, അതായത് ഏകദേശം 1,09,350 കാലാൾ. ഓക്കെ, ആലോചിക്കുക. അപ്പോൾ ഇവരൊക്കെ അല്ലെ അങ്ങനെ 18 അക്ഷൗഹിണി പടകൾ ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ അല്ലേ. അപ്പോൾ ഈ ആളുകളൊക്കെ ചത്തൊടുങ്ങി. ഈ ആളുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല വിളിച്ച് താണ്ഡവ നൃത്തമാടി കളയുന്നുണ്ട് അല്ലേ. നമ്മളുടെ കഥാസന്ദർഭത്തിൽ ഏറ്റവും അവസാനമാര് നമ്മളുടെ ആരാര് നമ്മളുടെ അല്ലേ എന്തായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര്? എന്തായിരുന്നു? അയ്യോ ആരായിരുന്നു ആ കഥാപാത്രം അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? ചിരഞ്ജീവികളിൽ ഒരാളായിട്ടുള്ള പകയുടെ മൂർത്തരൂപമായിട്ടുള്ള ആരാണ്? ദ്രൗണി അല്ലേ. അശ്വത്ഥാമാവ് എന്ന മറ്റൊരു പേരുള്ള ദ്രൗണി, ദ്രോണാചാര്യരുടെ മകനാണ് അല്ലേ. കൊല്ലക്കളമാക്കി തീർത്ത് കളഞ്ഞത് എന്തിനെ? നമ്മളുടെ മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം അല്ലേ. അപ്പോൾ ഇത്തരത്തിലാണ് അല്ലെ, ഇത്തരത്തിൽ അത്ര ഭീകരമായിട്ടുള്ള വിപത്ത് വരുത്തി വെച്ചിട്ടുള്ള യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്? മഹാഭാരത യുദ്ധം. അപ്പോൾ ഈ മഹാഭാരത യുദ്ധത്തിന്റെ അല്ലെ പരിണാമത്തെക്കുറിച്ച്, അതിന്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് മാരാർ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കൃതിയിൽ പറയുന്നത്. അപ്പോൾ മാരാരെന്ത് ചെയ്യുന്നു? അതിമാനുഷികമാരായിട്ടുള്ള അല്ലെ, ഇപ്പോൾ കൃഷ്ണനാണെങ്കിലും ദുര്യോധനൻ, ഇവർക്കൊക്കെ ഒരുപാട് മായികമായിട്ടുള്ള കഴിവും ദൈവികമായിട്ടുള്ള സ്ഥാനമൊക്കെ കൽപ്പിച്ചിരിക്കുന്ന ഈ കഥാപാത്രങ്ങളെയൊക്കെ എന്ത് ചെയ്യാണ്? ഒക്കെ വിമർശിക്കുകയാണ് ആര് ചെയ്യുന്നത്? മാരാര് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ദുര്യോധനൊക്കെ നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ കണ്ടത് അല്ലേ. ദുര്യോധനൊക്കെ നമ്മൾ കാർട്ടൂൺ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കഥ വായിച്ചപ്പോഴൊക്കെ ദുര്യോധനൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രത്തെ നമ്മൾ ശത്രുപക്ഷത്താണ് കണ്ടിട്ടുള്ളത് അല്ലേ. പക്ഷേ മാരാരൊക്കെ അതിനെന്ത് ചെയ്യാണ്? തിരിച്ചു വായിക്കുകയാണ് അല്ലെ. പ്രതിനായകന്മാരെയൊക്കെ എന്ത് ചെയ്യാണ്? നായകന്മാരായിട്ട് കാണുന്ന അല്ലെ ഒരു സന്ദർഭത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൃതി നമ്മളെ കൊണ്ടുപോകുന്നത്.
മനസ്സിലായോ മക്കൾക്ക്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്താണ് മഹാഭാരത യുദ്ധം എന്ന് മനസ്സിലായി, എന്തിനാണ് മഹാഭാരത യുദ്ധം നടക്കുന്നതെന്ന് മനസ്സിലായി, പാണ്ഡവരും കൗരവരും ആരാന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടില്ലേ, ക്ലിയർ ആയിട്ടില്ലേ? അപ്പൊ ഇതിഹാസങ്ങൾ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതിഹാസമാണെന്ന് ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ? അതിനെ ഇതിഹാസമായിട്ടാണ് നമ്മൾ സാഹിത്യമായിട്ടാണ് കാണേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിഹാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഉപദേശിക്കുന്നത് അല്ലേ? ഇതൊക്കെ ധർമ്മത്തെക്കുറിച്ചും ഒക്കെ ഉപദേശിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇതിഹാസങ്ങൾ പറയുക. അതിൽ പൂർവ്വ ചരിത്രം, നമ്മുടെ പഴയകാല ചരിത്രങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളാണുള്ളത് കേട്ടോ. സംഭവ പർവ്വം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 18 അധ്യായമാണ് പർവ്വം എന്ന് പറയുന്നത്. അങ്ങനെ 18 പർവ്വമാണ്. എത്രയോ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഒരുപാട് ഉപകഥകളും കഥകളും കഥാപാത്രങ്ങളും ഒക്കെ നീണ്ടു പരന്നിരിക്കുന്നതാണ് എന്ത് നമ്മളുടെ മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പൊ മഹാഭാരതം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാസന്റെ ആത്മകഥയായിട്ട്, വ്യാസനാണ് എഴുതിയിരിക്കുന്നത്, വ്യാസന്റെ ആത്മകഥയായിട്ട് പറയുന്നുണ്ട് അല്ലെ. പാണ്ഡവരുടെയും കൗരവരുടെയും കുടുംബ ചരിത്രമായിട്ട് പറയുന്നു. പിന്നെ കുരുവംശത്തിന്റെ ചരിത്രം അല്ലെ. കുരുവംശം എന്ന് പറയുന്ന വംശത്തിലാണ് ഈ രാജാക്കന്മാരൊക്കെ ഉള്ളത്. അപ്പൊ അവരുടെ വംശത്തിന്റെ കഥയായിട്ട് കൂടെ എന്തിനു പറയുന്നുണ്ട്? നമ്മുടെ മഹാഭാരതത്തെ പറയുന്നുണ്ട്. മനസ്സിലായോ മക്കൾക്ക്? ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താന്ന് മനസ്സിലായില്ല? ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാഠത്തിലേക്ക് അല്ലെ. എന്താണ് ഇവിടെ എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ യുദ്ധസംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനകാല ലോക സാഹിത്യത്തിൽ യുദ്ധത്തിനെതിരായ സമാധാനത്തിന്റെ സന്ദേശം പകർന്നു തരുന്ന പാഠഭാഗമാണിത്. അപ്പൊ ഇതിന്ന് വരാൻ സാധ്യതയുള്ള ഒരു എസ്സേ ചോദ്യം കൂടെയാണത് അല്ലെ. യുദ്ധത്തിന്റെ പരിണാമം. അപ്പൊ പുതിയ കാലത്ത് നമ്മളുടെ ചുറ്റും നടക്കുന്ന സമകാലിക സംഭവങ്ങളെ ഏതെങ്കിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളോട് എസ്സേ ചോദിക്കുക അല്ലെ. അത് ചിലപ്പോൾ മുഖപ്രസംഗമായിരിക്കാം, പ്രഭാഷണമായിരിക്കാം, അപ്പൊ ഇതിൽ ഉപന്യാസമാവാം. അപ്പൊ ഇതിലൊക്കെ ചോദിക്കുന്ന എന്താണ്? പല വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് യുദ്ധം അല്ലെ. യുദ്ധത്തിന്റെ അനന്തരഫലം എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധത്തിന്റെ അവസാനത്തെക്കുറിച്ച്, പരിണിത ഫലത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. യുദ്ധനീതിക്കെതിരായ ഭീമന്റെ കടന്നാക്രമണത്തിൽ തുടചതഞ്ഞ് മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ദുര്യോധനൻ സ്വയം വിലപിക്കുകയും ആക്രോശിക്കുകയും ആശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കഥാസന്ദർഭം അല്ലെ. അപ്പൊ നമ്മളുടെ പാഠം തുടങ്ങുന്നത് എങ്ങനെയാണ്? മഹാഭാരത യുദ്ധം 18 ദിവസം നീണ്ടു നിന്ന യുദ്ധമാണ്. അങ്ങനെ യുദ്ധത്തിന്റെ അവസാനം എന്ത് ചെയ്തു? പാണ്ഡവര് പല കള്ളക്കളികളും അല്ലെ, ധർമ്മത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം ആര് ജയിക്കുകയാണ്? പാണ്ഡവര് ജയിക്കുകയാണ്. അങ്ങനെ പാണ്ഡവരെ ജയിച്ചു. ഇങ്ങനെ ഭീമൻ എന്ത് ചെയ്യാണ്? മുറ തെറ്റിച്ചിട്ട് അല്ലെ, ഭീമൻ ദുര്യോധനന്റെ കാല് തൊട തല്ലി ചതച്ചിട്ട് എന്ത് ചെയ്യാണ്? ദുര്യോധനൻ മരണത്തോട് മല്ലിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. അങ്ങനെ കിടക്കുന്ന ദുര്യോധനൻ സ്വയം പല കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിക്കുന്നു, പല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെ ആ ദുര്യോധനയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത്. നിങ്ങൾ വായിച്ചുള്ള ആളുകളല്ലേ? ഓക്കെ. എന്നിട്ടോ ആര് വരികയാണ് ദുര്യോധനന്റെ അടുത്തേക്ക്? കൗരവപ്പടയിൽ അവശേഷിക്കുന്ന കൃതവർമ്മ അശ്വതാമാക്കൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ട് വരിക. അശ്വതാമാവ്, അതേപോലെ അതുപോലെ കൃതവർമ്മൻ. അപ്പൊ ഇവര് 3 പേരും എന്ത് ചെയ്യാണ്? അവശേഷിക്കുന്ന ആകെ കൗരവരുടെ പക്ഷത്തുള്ളത് ഇവർ മാത്രമാണ്. ബാക്കി എല്ലാവരെയും പാണ്ഡവർ കൊന്നു കളഞ്ഞു അല്ലെ. അപ്പോൾ രാജാവ് അല്ലെ, അവരുടെ രാജാവാണ് ആര്? ദുര്യോധന. അപ്പൊ രാജാവ് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു കിടപ്പ് കണ്ടിട്ടേ ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് എന്ത് ചെയ്യാണ്? പ്രതികാരം ചെയ്യും അല്ലെ. അശ്വത്ഥാമ എന്ത് ചെയ്യാണ്? പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്യാണ്. ബ്രാഹ്മണരാണ് അല്ലെ, ദ്രോണരുടെ മകനാണ് അല്ലെ, ദ്രൗണി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ ദ്രൗണി പാണ്ഡവ കൂടാരത്തിലേക്ക് പോവാണ്. ആ കൂടാരത്തിലുള്ള ബാക്കി എല്ലാരെയും എന്ത് ചെയ്യാണ്? വെട്ടി അങ്ങ് കൊന്നുകളയാണ്. ആര്? നമ്മളുടെ ദ്രൗണി അല്ലെ. നിങ്ങൾ വായിച്ചില്ലേ? പാഠം വായിച്ചില്ലേ അല്ലെ? ഭീകരരൂപിയായിട്ട് ഇങ്ങനെ രക്തം വീശുന്ന വാളൊക്കെ വീശി ഇങ്ങനെ കയ്യും അല്ലെ വാളും ഒക്കെ തമ്മിൽ രക്തത്തിൽ ഇങ്ങനെ കൂടി പിറന്നു പോയി എന്ന് പറയുന്ന ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ പകയുടെ പ്രതീകമായിട്ടാണ് ദ്രൗണി എന്ത് ചെയ്യുന്നത്? എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നുവെന്നും ഏത് സമയത്തും സർവനാശം വരുത്താൻ തക്ക ശേഷിയുള്ള പകയെ കരുതിയിരിക്കുമെന്നും ആരാര് ഓർമ്മിപ്പിക്കാൻ അല്ലെ. അപ്പൊ സാധാരണ നമുക്ക് ചിരഞ്ജീവികൾ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ആളുകൾ എന്നാണ് അല്ലെ. അപ്പൊ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്, നല്ല ഗുണമുള്ള ആളുകളെയാണ് നമ്മൾ ചിരഞ്ജീവികളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ദ്രൗണി, ഇത്രയും ക്രൂരനായ ദുഷ്ടനായ ദ്രൗണി എന്തുകൊണ്ടായിരിക്കാം പകയുടെ അല്ലെ അല്ലെങ്കിൽ ചിരഞ്ജീവി ആക്കിയിട്ടുള്ളത്? അപ്പൊ എല്ലാ കാലത്തും മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പക, അതിന്റെ പ്രതീകമാണ് ആര്? ദ്രൗണി അല്ലെ. പക ഉള്ളിടത്തോളം ആരുണ്ടെന്നാണ് പറയുന്നത്? ചിരഞ്ജീവിയായിട്ട് ദ്രൗണി ഉണ്ട് എന്നാണ്. അപ്പം ഈ ഇതിഹാസ സന്ദർഭ വിശകലനത്തിലൂടെ മാരാര് യുദ്ധത്തിന്റെ പരിണാമത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് മഹാഭാരതത്തെ എന്ത് ചെയ്യുന്നത്? വിശകലനം ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ പാഠഭാഗത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് യുദ്ധത്തിന്റെ പരിണാമം വിശദീകരിക്കുന്നത്. ആദ്യത്തെ ഭാഗം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എന്താണെടാ? ഭീമസേനന്റെ
അല്ലെ എന്ത് ചെയ്യാണ് ഭീമസേനൻ ഗദ കൊണ്ട് തൊട ചതച്ചിട്ട് അല്ലെ കുരുക്ഷേത്ര ഭൂമിയിൽ മരണം മുഖാമുഖം കൊണ്ട് കിടക്കുന്ന ദുര്യോധനെ കാണാൻ ആര് വരുന്നു? സഞ്ജയൻ വരുന്നു. യുദ്ധാവസാനം കൗരവപ്പടയിൽ അവശേഷിച്ച കൃതവർമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാദവ രാജാവാണ് കേട്ടോ. അപ്പൊ യുദ്ധത്തിന് വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജാക്കന്മാരും രണ്ട് പക്ഷത്തും ചേർന്നിട്ടുണ്ട്. അങ്ങനെ വന്ന രാജാവാണ് കൃതവർമാവ് കേട്ടോ. പിന്നെ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ആരാണ്? ദ്രൗണിയാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ദുര്യോധന്റെ കിടപ്പ് കണ്ട് ദുഃഖിതരാവുന്നു. അങ്ങനെ പ്രതികാരം പൂണ്ട് അല്ലെ പ്രതികാരം വാക്ക് കൊടുക്കുകയാണ് ആര്? നമ്മളുടെ ദ്രൗണി. അങ്ങനെ ദ്രൗണി പാണ്ഡവ കൂടാരത്തിലേക്ക് പോകുന്നു. ദെൻ രണ്ടാമത്തെ ഭാഗം പാണ്ഡവ ശിബിരത്തിൽ അല്ലെ അവരുടെ കൂടാരത്തില് ദ്രൗണി നടത്തിയ ക്രൂരവും പൈശാചകവുമായിട്ടുള്ള കൊലപാതകങ്ങൾ, വെട്ടിയും കഴുത്ത് ഞെരിച്ചും ചവിട്ടിയും അരിഞ്ഞ് വീഴ്ത്തുകയാണ് ഓരോ ആളുകളെയും അല്ലെ. മൂന്നാമത്തെ എന്താണ്? ദ്രൗണിയെ എതിരിടാനും ചൂടാമണി അല്ലെ ദ്രൗണിയുടെ തലയിൽ അശ്വത്ഥാമാവിന്റെ തലയിൽ ഇരിക്കുന്ന ചൂടാമണി എടുത്തു കൊണ്ടുവരണം എന്ന് ആര് പറയാണ്? ദ്രൗപദി പറയാണ് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യുന്നു? അതെടുക്കാൻ വേണ്ടി ഓടുകയാണ് ഭീമൻ. അങ്ങനെ ഭീമനെ തടയാൻ വേണ്ടി കൃഷ്ണനും അർജുനും ഒക്കെ പുറകെ പോകുന്നു. അങ്ങനെ അത് നേടിയെടുക്കാനുള്ള പാണ്ഡവരുടെ യാത്ര ശ്രീകൃഷ്ണൻ ശാപത്താൽ പതുകയുടെ പ്രതീകമായിട്ടുള്ള അശ്വത്ഥാമാവ് എന്ത് ചെയ്യുന്നതാണ്? കാട് കയറുകയാണ് അല്ലെ. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്? ശ്രീകൃഷ്ണൻ ശപിക്കുകയാണ് ചെയ്യുന്നത്. നീ ചിരഞ്ജീവിയായിട്ട് നീ എന്ത് ചെയ്യട്ടെ, നീ നാശിച്ചു പോട്ടെ അല്ലെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കൃഷ്ണൻ അല്ലെ ശപിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പകയുടെ പ്രതീകമായിട്ടുള്ള അല്ലെ ദ്രൗണി എന്ത് ചെയ്യാണ്? കാട് കയറുന്നതുമാണ് നമ്മളുടെ യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന കഥാസന്ദർഭം. ക്ലിയർ ആണോ മക്കൾക്ക്? മനസ്സിലായോ? ഇനി പാഠം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു നോക്കണം. അപ്പം ഇതിൽ നമുക്ക് സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നു. ഒന്ന് എസ് ആണ്. ഏത് വരും? യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ, പുതിയ കാലത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് എഴുതാം. രണ്ടാമത്തത് കഥാപാത്ര സവിശേഷതകളാണ്. ആദ്യം ദുര്യോധനനാണ് കേട്ടോ. ക്ഷത്രിയ ധർമ്മങ്ങളൊക്കെ പാലിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് തോന്നും അല്ലെ ഒരു പ്രതിനായകനായിട്ടുള്ള ഒരു ഗുണ്ട അല്ലെ ഒരു വില്ലൻ കഥാപാത്രമായിട്ടുള്ള മഹാഭാരതത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള ദുര്യോധനെ അല്ല മാരാര് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. മാരാര് പറയുന്നു എന്ത്? ഇയാള് സ്വപ്രത്യ സ്ഥൈര്യമുള്ള അല്ലെ എല്ലാ കാലത്തും എന്താണ് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു ആര്? ദുര്യോധനൻ അല്ലെ. അപ്പൊ ആദ്യമൊക്കെ അത് ദുര്യോധനന്റെ അഹങ്കാരമോ ഒക്കെ ആയിട്ട് ധാർഷ്ട്യമൊക്കെ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലോ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് അല്ലെ ക്ഷത്രിയധർമ്മം പാലിച്ച് എല്ലാം നിയമങ്ങൾക്കനുസരിച്ച് ചെയ്ത ഒരാളാണ്. മരണാസന്നനായിട്ട് കിടക്കുമ്പോൾ പോലും എന്താണ് ഒരു അല്ലെ നമ്മളുടെ ദ്രൗണിയെ അടുത്ത സേനാധിപതിയായിട്ട് വാഴിക്കാൻ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ആ മരണത്തോട് മുഖം അല്ലെ കണ്ടു നിൽക്കുന്ന സമയത്തും ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ അടുത്ത സേനാധിപതിയാക്കുന്നത് അല്ലെ. അപ്പൊ ഓരോ കാര്യങ്ങളും ക്ഷത്രിയധർമ്മത്തിനനുസരിച്ച് എല്ലാ കാര്യവും ചെയ്ത ആളാണ് ആര്? ദുര്യോധനൻ. അപ്പൊ ഈ യുദ്ധം നടന്നതിന് എന്തുകൊണ്ടാണ്? പാണ്ഡവർക്ക് ആക്ച്വലി ആ രാജ്യം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം പാണ്ഡുവിന്റെ യാതൊരു രക്തബന്ധവും ഇല്ലാത്ത മക്കളല്ലാത്ത ആളുകളാണ് പാണ്ഡവരല്ലേ. അവർക്ക് ഈ രാജ്യത്തിൽ അവകാശമില്ല. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യം കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അല്ലെ. പിന്നെ സൗഹൃദത്തെ സൂക്ഷിക്കുന്ന ആളാണ്. കർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിൽ വരുന്നുണ്ട് അല്ലെ. കുന്തിദേവി ആദ്യം അല്ലെ പാണ്ഡവരുടെ അമ്മ അല്ലെ ആദ്യം ഈ ദുർവാസാവ് കൊടുത്ത മന്ത്രം പരീക്ഷിക്കുന്നതാണ്. സൂര്യഭഗവാനെ കാണുമ്പോൾ സൂര്യൻ കൊള്ളാലോ, ഒന്ന് സൂര്യഭഗവാനെ നോക്കി ഈ മന്ത്രം ഒന്ന് ചൊല്ലട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് സൂര്യൻ ഇതാ വന്ന് പ്രത്യക്ഷപ്പെട്ടു അല്ലെ. അങ്ങനെ സൂര്യഭഗവാനിലുണ്ടായ കൊച്ചാണ് ആര്? കർണൻ അല്ലെ. കന്യകയായിരുന്നു. ആരോടെയും പറയാൻ പറ്റുമോ? അങ്ങനെ പ്രസവിച്ചിട്ട് ഒരു ഇതിനകത്ത് പുഴയിലിട്ട് ഒഴുക്കുകയാണ്. അങ്ങനെയാണ് സൂതന് കിട്ടുകയും അല്ലെ എന്ത് ചെയ്യുന്നത്? രാധയും സുതപുത്രനായിട്ട് ആര് വളരുന്നത്? കർണൻ വളരുന്നത് വേറെ കഥയാണ്. അപ്പൊ സൗഹൃദം അല്ലെ ഈ കർണനെ പിന്നീട് ഏറ്റെടുക്കുകയും എല്ലാ അവഹേളനകളിൽ നിന്നും അവഗണനകളൊക്കെ ഏറ്റു വളർന്ന കർണനെ സ്വന്തം സഹോദരനെ പോലെ കണ്ട് ഏറ്റെടുക്കുന്ന ആരാണ്? ദുര്യോധനാണ് കേട്ടോ. പിന്നെ അതുപോലെ ദുശ്ശള എന്ന് പറയുന്ന സഹോദരിയെ അല്ലെ മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനൻ ആദ്യം ഓർക്കുന്ന ആരെ കുറിച്ചാണ്? ദുശ്ശളയെ കുറിച്ചാണല്ലോ. അപ്പൊ അതിലൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ അല്ലെ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ദൃഢതയെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. പിന്നെ ആഭിജാത്യവും ഹൃദയോന്നതിയുമുള്ള കഥാപാത്രമാണ് ആര്? ദുര്യോധനൻ. വിധിയിൽ വിശ്വസിക്കുന്ന കഥാപാത്രമാണ്. അടുത്തത് അശ്വത്ഥാമാവ് അല്ലെങ്കിൽ ദ്രൗണിയാണ്. ചിരഞ്ജീവികളിൽ ഒരാളാണ്. പകയുടെ പ്രതീകമാണ്. ക്രൂരതയുടെ മൂർത്തരൂപമാണ്. അങ്ങേയറ്റത്ത് ക്രൂരതയുടെ മൂർത്തരൂപമാണ്. പിതാവിനെ കൊന്നതിലും പ്രതികാരം അല്ലെ. ദ്രോണാചാര്യരെ കൊല്ലാണ് ദൃഷ്ടദ്യുമ്നൻ അല്ലെ. അപ്പോൾ സ്വന്തം ഗുരുവിനെ കൊന്ന ദൃഷ്ടദ്യുമ്നനെ എങ്ങനെയാ കൊന്നത്? ഞെക്കിയിട്ടാണ് കൊന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർക്കുക. എതിരാളിയുടെ വംശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുകയാണ്. സൗഹൃദത്തെ കരുതി ആത്മസമർപ്പണം അല്ലെ. ആരോടാണ്? ദുര്യോധനോട് അല്ലെ. ഇപ്പോൾ അത്രയും എന്താണ് ആത്മബന്ധമുണ്ട്. അതേ സ്ഥാനത്ത് അങ്ങേയറ്റത്തെ പകയുമുണ്ട് കേട്ടോ. വ്യാസനോട് ആദരവുള്ള കഥാപാത്രം കൂടെയായിരുന്നു ആര്? ദ്രൗണി എന്ന് പറയുന്ന കഥാപാത്രം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളൂടാ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു പാഠമാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും ഇനി ആഡ് ചെയ്ത് ടീച്ചർ പറഞ്ഞു തരാനുണ്ടെങ്കിൽ, അല്ലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, ഇനി ഏതെങ്കിലും പാഠം കേരള പാഠാവലിയിൽ വേണമെങ്കിലൊക്കെ മക്കൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ കമൻറ്റ് നോക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലയോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ടീച്ചർ നോക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനും, അല്ലെങ്കിൽ ഈ പാഠം വിഷമമുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ബൈ.